ഹലോ, ഇന്ന് കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വേണ്ടി പോവാണ്. കുറച്ച് നേരം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് നോക്കാം. അതിനു വേണ്ടി ഈ സ്ഥലത്താണ് ഞാൻ ഇന്ന് നിൽക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഐസ് പോലത്തെ വെളിച്ചെണ്ണ കുപ്പി എടുത്തു. ഇത് നമുക്കിനി എത്ര മണിക്കൂറിൽ ലൂസാവുമെന്ന് നോക്കാം. സമയം 11:54 അങ്ങനെ വെയിലത്ത് നിൽക്കാൻ തുടങ്ങി. എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെയാണ് വെളിച്ചെണ്ണ കുപ്പിയും വെച്ചത്. എത്ര നേരം വെയിൽ കൊണ്ട് നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ് ഒരു ഈച്ച വന്ന് പണ്ടാരം. അതാണെങ്കിൽ പോകുന്നില്ല. അങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ലാസ്റ്റ് അത് പോയിട്ടോ. അതിനുശേഷം കുറേ നേരം ഞാൻ നിന്ന ശേഷം ഒന്ന് മേലേക്ക് നോക്കി. എൻ്റെ തലൻ്റെ നേരെയാണ് സൂര്യ ഉദിക്കുന്നത്. മേലേക്ക് നോക്കിയ ശേഷം പിന്നെ താഴത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ കണ്ണെല്ലാം എന്തോ പോലെയാണ് ആയത്. അതായത് താഴത്തുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല, ഒരു മങ്ങൽ പോലെ. അടുപ്പത്ത് അരിയും വെച്ചാണ് ഞാൻ കുറച്ചു നേരം വെയിൽ കൊള്ളാൻ വേണ്ടി ടെറസിന് മേലെ പോയി നിന്നത്. കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ പുറവും കൈയെല്ലാം നല്ലപോലെ പൊള്ളാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെളിച്ചെണ്ണ കുപ്പി എടുത്ത് എത്ര ലൂസായി ഉണ്ടാവും നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സമയം 12:39. വെയിലത്ത് നിൽക്കാൻ വേണ്ടി പോയ സമയം 11:54. എങ്ങനെ ഒരു ഏകദേശം ഒരു 40 മിനിറ്റോളം വെയിൽ കൊണ്ടിട്ടുണ്ടാവും. എന്നിട്ടും ഈ കട്ടയായ വെളിച്ചെണ്ണ കുപ്പി പൂർണ്ണമായും കട്ടയിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. എന്നാലും കുറച്ച് ഭാഗമെല്ലാം കട്ടയിൽ നിന്നും ഉരുകി വന്നിട്ടുണ്ട്. കുറച്ചു നേരം വെയിൽ കൊണ്ട് തന്നെ നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ കുറേ നേരം വെയിലത്ത് നിന്നുകൊണ്ട് റൂമെല്ലാം ഒരു റൂമിൽ പുകയെല്ലാം ആയ പോലെയാണ് തോന്നുന്നത്. ഇപ്പൊ ശരിക്കും കിളി പോയ പോലെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നേരെ എണീച്ച് മുഖം കഴുകാൻ വേണ്ടി പോയി. അങ്ങനെ മുഖമെല്ലാം കഴുകിയ ശേഷം കുറച്ച് ആശ്വാസമായി. ഇനി അടുപ്പിൽ വെച്ചിട്ട് പോയ ചോറ് എന്തായെന്ന് നോക്കണം. എന്തോ ഭായം കൊണ്ട് അടിയൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോ കാണാം. ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യാം. അപ്പോൾ ബൈ.